പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. കാരണം ഇന്ന് ഹിന്ദിയിലെ മഹാൻ സാഹിത്യകാരനായിരുന്ന മുൻഷി പ്രേംചന്ദിൻ്റെ ജന്മദിനമാണ്. അദ്ദേഹം ജനിച്ചത് 31 जुलाई 1880 को वाराणसी के पास लमही नामक गाँव में हुआ. അദ്ദേഹം ജനിച്ചത് 1880 ജൂലൈ 31 വാരണാസിക്ക് അടുത്തുള്ള ലമഹി നാമക് പേരുള്ള ഗ്രാമത്തിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം വളരെ കഷ്ടപ്പാട് നിറഞ്ഞതും ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നു വന്നത്, അങ്ങനെയുള്ള വളർന്നു വന്ന പ്രയാസത്തിലൂടെ കടന്നു വന്ന ആ ഒരു മികച്ച സാഹിത്യകാരൻ, ഹിന്ദിക്ക് ഒരുപാട് സംഭാവനകൾ ചെയ്ത ഒരു സാഹിത്യകാരൻ, അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് നമ്മൾ ഇന്ന് ആഘോഷിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മാതാവും പിതാവും ബചപ്പൻ സേഹി മർഗൈ, കുട്ടിക്കാലത്തെ മരിച്ചുപോയി. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതം കഠിനായോം കെ ബീച്ച് മേൻ ഥ, ഒരുപാട് പ്രയാസത്തിൻ്റെ നടുവിലായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം കഠിന പരിശ്രമത്തിലൂടെ നമ്മുടെ രാഷ്ട്രഭാഷയായ ഹിന്ദിക്കും ഉപരി ഉറുദുവിനും ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അദ്ദേഹം ഹിന്ദിയിലെ ഒരു മഹാൻ സാഹിത്യകാരനായിരുന്നു, കഹാനികാരായിരുന്നു, നാടകകാരായിരുന്നു, ഉപന്യാസകാരായിരുന്നു എന്ന നിലയിൽ ഒരുപാട് സംഭാവനകൾ നമുക്ക് നൽകിയ ഒരു വ്യക്തിയായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് പഠിക്കേണ്ടതും ജീവചരിത്രത്തെ മനസ്സിലാക്കേണ്ടതും ഒക്കെ നമുക്ക് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ചും കുട്ടികളായ നിങ്ങൾ ഭാവിയിൽ അദ്ദേഹം തന്ന ആ പ്രചോദനം ഉൾക്കൊണ്ട് നല്ല ഒരു ഭാവി കെട്ടിപ്പടുക്കാൻ സാധിക്കുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഇന്ന് ജൂലൈ 31 പ്രേംചന്ദിൻ്റെ ജന്മദിനമായി നമ്മൾ ആഘോഷിക്കുന്ന പ്രേംചന്ദ് ദിൻ എന്നുള്ള രൂപത്തിലേക്ക് നമ്മൾ ആഘോഷിക്കുന്നു. പ്രസ്തുത പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട സുമ ടീച്ചർ അവർകളാണ്. സുമ ടീച്ചർ ചേളന്നൂർ എസ് എൻ കോളേജിലെ അസിസ്റ്റൻ്റ് ഹിന്ദി പ്രൊഫസറും അതേപോലെ ഹിന്ദി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ HOD കൂടിയാണ്. ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി മാഡത്തെ ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഈ പരിപാടി അധ്യക്ഷം വഹിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ ഈ സ്കൂളിൻ്റെ HM അനിൽ മാസ്റ്ററാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിൽ അധ്യക്ഷം വഹിക്കാൻ വേണ്ടി സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. പ്രസ്തുത പരിപാടിക്ക് ആശംസകൾ അർപ്പിക്കുന്നത് നമ്മുടെ ഈ സ്കൂളിൻ്റെ പുരോഗതി മാത്രം ലക്ഷ്യമാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന, നമുക്ക് എല്ലാവിധ സപ്പോർട്ടും നൽകിക്കൊണ്ടിരിക്കുന്ന മാനേജർ അവർകളാണ്. മാനേജർ രഞ്ജിഷ് അവർകളെ ഈ പരിപാടിയിൽ ആശംസകൾ അർപ്പിക്കാൻ വേണ്ടി ആദരവോടെ ക്ഷണിക്കുന്നു. അതോടൊപ്പം ഈ സ്കൂളിലെ പൂർവ്വകാല ഹിന്ദി അധ്യാപകനും എൻ്റെ ഗുരുനാഥനുമായ മനക്കൽ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, അദ്ദേഹത്തെ ഒരു ശിഷ്യൻ എന്ന നിലയിലും ഈ സ്കൂളിലെ പൂർവ്വകാല ഒരധ്യാപകൻ എന്ന ബഹുമാനത്തോടെയും ഈ പരിപാടിയിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ സഹപ്രവർത്തകനും ഈ സ്കൂളിലെ ബയോളജി അധ്യാപകനുമായ ശശി മാസ്റ്റർ അവർകളാണ്
അടുത്തതായി നമുക്ക് ആശംസകൾ അർപ്പിക്കാൻ എത്തുന്നത് അദ്ദേഹത്തെയും ഞാൻ ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഞങ്ങളുടെ ഹിന്ദി അധ്യാപകൻ തന്നെ പ്രദീപ് കുമാർ TK, ഈ സ്കൂളിലെ ഹിന്ദി അധ്യാപകനായിരുന്ന പ്രദീപ് കുമാർ അവരുടെ ഈ പരിപാടിയിലേക്ക് ഹൃദയംഗമായി സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഈ പരിപാടിക്ക് നന്ദി പ്രകാശനം ചെയ്യുന്നത് ഈ സ്കൂളിലെ ഹിന്ദി അധ്യാപകൻ കൂടിയായ ഷിജു മാസ്റ്ററാണ്. അദ്ദേഹത്തെ ഈ പരിപാടിക്ക് നന്ദി പ്രകടിപ്പിക്കുവാൻ വേണ്ടി അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം എൻ്റെ പ്രിയങ്കരരായ എല്ലാ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഈ പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സ്വാഗത ഭാഷണം അവസാനിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് ജൂലൈ മാസം 31-ാം തീയതി. ഉത്തരേന്ത്യൻ സാഹിത്യത്തിലെ, ഹിന്ദി സാഹിത്യത്തിലെ, ഉറുദു സാഹിത്യത്തിലെ അനശ്വരനായ ദൈവാനുഗ്രഹീത കലാകാരനായ എഴുത്തുകാരനായ പ്രേംചന്ദിൻ്റെ ജന്മദിനം. ഈ ദിനാചരണത്തോടനുബന്ധിച്ച് നമ്മുടെ AKKR ബോയ്സ് ഹൈസ്കൂളിൽ ഹിന്ദി ക്ലബിൻ്റെ ഉദ്ഘാടനവും കൂടി നടക്കുന്നതായി നിങ്ങളെ അവരെയും സസന്തോഷം അറിയിക്കുകയാണ്. നമ്മുടെ സ്ഥാപനത്തിലെ ഈ മഹൽ കർമ്മത്തിന് കർമ്മനിർവഹണത്തിനായി എത്തിയിരിക്കുന്നത് നാട്ടിക SN കോളേജിലെ ഹിന്ദി അധ്യാപികയായിരുന്ന, ഇപ്പോൾ നമ്മുടെ അയൽവക്കത്തുള്ള SN കോളേജിൽ ഹിന്ദി വിഭാഗം അധ്യാപികയായി ജോലി നോക്കുന്ന ഡോക്ടർ TK സുമ ആണ് എന്ന വാർത്ത വളരെ സന്തോഷത്തോടുകൂടി അറിയിക്കുകയാണ്. അവരോട് സ്കൂളിൻ്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും ഞാൻ എൻ്റെ സന്തോഷം അറിയിക്കുകയാണ്. ഈ ചടങ്ങിന് ആശംസകൾ നേരാൻ സംതൃപ്തരായിട്ടുള്ള നമ്മുടെ പ്രിയങ്കരനായ മാനേജർ ഷവർകൾ, അതുപോലെ നമ്മുടെ സ്ഥാപനത്തിലെ മുൻ ഹിന്ദി അധ്യാപകനായിരുന്ന ശ്രീ മനിക്കൽ സാർ, സ്കൂളിലെ സീനിയർ അധ്യാപകനായിട്ടുള്ള ശശികുമാർ, നമ്മുടെ സ്ഥാപനത്തിലെ തന്നെ മറ്റൊരു അധ്യാപകനായിട്ടുള്ള പ്രദീപ് കുമാർ നന്മണ്ട എന്നിവരാണ്. ഏവരെയും എൻ്റെ ഹൃദയമായ സ്നേഹവും സന്തോഷവും വിതരണം അറിയിക്കുകയാണ്. ഹിന്ദി ഉറുദു സാഹിത്യത്തിലെ മറ്റാർക്കും എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഔന്നത്യത്തിൽ നിലകൊള്ളുന്ന ശ്രീ അനശ്വരനായ പ്രേംചന്ദ്, കവി, നാടകകൃത്ത്, ഉപന്യാസകാരൻ, പ്രബന്ധകാരൻ, സർവോപരി ഒരു സാമൂഹിക പരിഷ്കർത്താവ് കൂടിയായിരുന്ന ഇദ്ദേഹത്തിൻ്റെ
വേണ്ടി നൽകിയ സംഭാവനകളെയും കുറിച്ച് നമ്മൾ ഇത്തരണത്തിൽ ഓർക്കേണ്ടതുണ്ട്. ഇന്നിപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ നാനാതുറകളിൽ അഭ്യസിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ഈ മഹാത്മാവിൻ്റെ രചനകൾ പാഠ്യവിഷയമാക്കിയിരിക്കുകയാണ്. അത്രത്തോളം മഹത്തരമായിരുന്നു ഇദ്ദേഹത്തിൻ്റെ കവനങ്ങൾ എന്ന് നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു. കുഞ്ഞു ക്ലാസ് മുതൽ ഉയർന്ന തലത്തിൽ വരെ പഠിക്കുന്ന, സാഹിത്യത്തിൻ്റെ ഉയർന്ന തലങ്ങളിൽ വരെ പഠിക്കുന്ന കുട്ടികൾ ഇദ്ദേഹത്തിൻ്റെ സൃഷ്ടികൾ പാഠ്യവിധേയമാക്കും. ഈ സന്ദർഭത്തിൽ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് ഒന്ന് മാത്രമേ പറയാനുള്ളൂ. നമ്മൾ കഴിഞ്ഞ ഏകദേശം 2-3 ആഴ്ച മുമ്പ് വായനാ ദിനം ആചരിച്ചു. പണിക്കരുടെ ചരമദിനം. പക്ഷെ അപ്പോഴൊക്കെ നമ്മുടെ മനസ്സിലുള്ള ഒരാശയം ഉണ്ടായിരുന്നു. വായന എന്നത് ഒരു ഭാഷയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല എന്നുള്ളൊരു വസ്തുത നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് വിവിധ സംസ്കാരവും വിവിധ ജീവിത രീതികളും വിവിധ ഭാഷകളും നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ ഭാരതത്തിലെ വ്യത്യസ്തമാർന്ന സാഹിത്യകൃതികൾ അത് അർഹിക്കുന്ന തലത്തിൽ നിന്നുകൊണ്ട് നമ്മളത് ആസ്വദിക്കുകയും അതുപോലെ പഠനവിധേയമാക്കുകയും ചെയ്യേണ്ട ഒരവസ്ഥയുണ്ട്. കുട്ടികളായിട്ടുള്ള നിങ്ങൾക്ക് പെട്ടെന്ന് ഗ്രഹിക്കണമെങ്കിൽ തന്നെ ഒന്ന് നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാക്കളിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിക്കണം. രണ്ടാമത്തത് നിങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ നിർദ്ദേശങ്ങളും അവരുടെ ഉപദേശങ്ങളൊക്കെ സ്വീകരിച്ചിട്ട് വേണം നിങ്ങൾ പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. മലയാളത്തിലായ ബഷീറിൻ്റെ പുസ്തകങ്ങളൊക്കെ നമ്മൾ തിരഞ്ഞെടുത്ത് പഠിക്കുന്നത് പോലെ തന്നെ ഹിന്ദി സാഹിത്യത്തിലെ പ്രേംചന്ദിൻ്റെ പുസ്തകങ്ങൾ അത് ഏതെല്ലാം പ്രായത്തിൽ ഏതൊക്കെ നമ്മുടെ മാനസിക നിലവാരത്തിന് അനുസൃതമായ രീതിയിൽ വായിക്കേണ്ടിയിരിക്കുന്നു എന്ന് നിങ്ങളുടെ അധ്യാപകരിൽ നിന്ന് നിങ്ങളത് ചോദിച്ചറിഞ്ഞ് അതിനനുസൃതമായിട്ട് വേണം പഠിക്കുക. അത് വളരെ ആസ്വാദ്യകരമായ രീതിയിൽ നമ്മൾ വായിച്ചിരിക്കണം. അപ്പോൾ മാത്രമേ നമ്മുടെ അറിവിൻ്റെ ചക്രവാളത്തിന് ഒരു വികാസം ഉണ്ടാകുകയുള്ളൂ. കൂടുതൽ സമയം സംസാരിക്കുന്നില്ല. ഒരുപാട് ആളുകൾ നമ്മുടെ മുമ്പിൽ സംസാരിക്കാനുണ്ട്. പ്രേംചന്ദിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സാങ്കേതിക ക്ലാസികനായിട്ടുള്ള ശ്രീ രാജൻ മാസ്റ്റർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. നമ്മുടെ ഉദ്ഘാടകയായി എത്തിയിരിക്കുന്ന ഡോക്ടർ ടി.കെ. സുമ പ്രേംചന്ദിൻ്റെ കൃതികളെ വിലയിരുത്തുകയും അതിൻ്റെ പ്രത്യേകതകൾ നമ്മുടെ മുമ്പിൽ തുറന്നു നിർത്തുകയും ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ പ്രദീപ് സാറിന് ഒരുപാട് കാര്യങ്ങൾ പ്രേംചന്ദ് സാറിനെ കുറിച്ച് പറയാനുണ്ടാവും. ഇത്തരണത്തിൽ ഈ സാഹചര്യത്തിൽ AKKRൻ്റെ അഭ്യുദയകാംക്ഷികളായി ഈ യോഗത്തിൽ പങ്കെടുക്കാനെത്തിയ എൻ്റെ സുഹൃത്തുക്കളോടും സർവോപരി ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട കുട്ടികളോടും അവരുടെ രക്ഷിതാക്കളോടും ഒക്കെ എല്ലാവരോടും എൻ്റെ സ്നേഹാന്വേഷണങ്ങൾ അറിയിക്കുന്നതോടൊപ്പം തന്നെ സന്തോഷവും അറിയിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. प्रेमचंद जयंती समारोह का और हिंदी क्लब का उद्घाटन है अगले। यह करने के लिए चैलनूर SN कॉलेज के हिंदी विभाग के HOD और हिंदी के असिस्टेंट प्रोफेसर डॉक्टर सुमा मैडम को मिला है हमको। उनको उद्घाटन करने को और भाषण देने को विनय के साथ आमंत्रित करते हैं। सबको प्यार भरा नमस्कार। AKKR बॉयज़ हाई स्कूल चैलनूर की ओर से आयोजित प्रेमचंद जयंती समारोह एवं
हिंदी मंच उद्घाटन समारोह में सबसे पहले स्कूल के प्रधान अध्यापक, दूसरे अध्यापकगण, विशेषकर हिंदी अध्यापक शिजू सर के प्रति मैं अपना आभार प्रकट करती हूँ कि जिन्होंने मुझे ऐसा सुअवसर प्रदान किया। हम सब जानते हैं कि आजकल हर स्कूल में इस तरह बच्चों के समुचित विकास के लिए ऐसे बहुत सारे क्लबें होती है और क्लब की तरफ से पाठ्येतर गतिविधियाँ भी इस तरह लगातार होने के कारण बच्चों को अपनी रुचि बढ़ाने का या बच्चों को अपने में निहित क्षमताओं को दूसरों के सम्मुख प्रस्तुत करने का अवसर प्राप्त होता है। इस तरह इस हिंदी मंच के द्वारा भी विद्यार्थियों को हिंदी साहित्य के बारे में खूब जानने का या अच्छे ढंग से हिंदी बोलने का या सीखने का अवसर भी उन्हें प्राप्त होता है। आज जुलाई 31 है। हिंदी के मशहूर साहित्यकार प्रेमचंद का जन्मदिन है और प्रेमचंद का जन्म 31 जुलाई 1880 को वाराणसी के निकट लम्हे नामक गांव में हुआ। आज प्रेमचंद का 141वां जन्म दिवस है और मेरे लिए बड़ी खुशी की बात यह है कि स्कूल के हिंदी मंच का उद्घाटन भी हिंदी के मशहूर साहित्यकार प्रेमचंद के जन्मदिवस में होना बहुत बड़ी बात है और इस अवसर पर उनके पावन आत्मा का नमन करते हुए औपचारिक रूप से हिंदी मंच का उद्घाटन करती हूँ। इसके साथ साथ मैं इस अवसर पर प्रेमचंद के बारे में भी कुछ कहना चाहती हूँ। आप सब प्रेमचंद के बारे में बहुत कुछ पढ़े होंगे और उनकी कहानियाँ भी बहुत कुछ पढ़ी होगी और उपन्यास सम्राट, कथा सम्राट, कलम का सिपाही आदि अनेक नामों से विख्यात साहित्यकार है प्रेमचंद और उनके बिना हिंदी साहित्य जगत जो है वह अधूरा माना जाता है। कारण यह है कि हिंदी साहित्य जगत के लिए प्रेमचंद का योगदान जो है वह उतनी ही अधिक है। उनकी रचनाओं की संख्या भी बहुत अधिक है, साहित्य रचनाओं की संख्या भी बहुत अधिक है और इसके साथ साथ उस रचनाओं में जो गुण है वह भी एकदम बेजोड़ है। इसके अतिरिक्त उनकी सभी साहित्य रचनाएं जो है वह पाठकों के दिल को छूने वाला भी है और उनकी सभी रचनाओं में भारतीय जनता के जीवन का यथार्थ चित्र देख सकते हैं, जैसे लोगों के सुख दुख, विषमताएँ, उनकी परेशानियाँ और समाज में जो समस्याएं हैं, इन सब का चित्रण प्रेमचंद की रचनाओं में देख सकते हैं। इतने इस तरह भारतीय जनता के जीवन का सही चित्र देखने के लिए या भारतीय जनता के जीवन का इतिहास पढ़ने के लिए प्रेमचंद का साहित्य जो है वह काफ़ी है। इतने सम्राट, इतने महान साहित्य सम्राट प्रेमचंद का निधन 1936 को हुआ। अब प्रेमचंद के बिना हिंदी साहित्य जगत जो है वह 85 साल पार किए हैं। इतने साल के होने पर भी प्रेमचंद के बिना हिंदी साहित्य जो है वह इतने साल आगे बढ़ने पर भी अब भी प्रेमचंद की रचनाओं का पाठ, पठन और पुनर्पाठ जो है वह अब भी लगातार होते ही रहते हैं। ये सब
प्रेमचंद की रचनाओं के प्रामाणिक होने का या उनकी रचनाएं जो है वह कालजयी साहित्य होने का प्रमाण है। और प्रेमचंद की सभी रचनाएं जो है वह हमें बहुत कुछ प्रेरणा देने वाली रचनाएं है। और इस अवसर पर मैं आप लोगों से इतना कहना चाहती हूँ कि आप लोग प्रेमचंद की रचनाओं को खूब पढ़ें और उनसे प्रेरणा लें। धन्यवाद। अगले आशंसा भाषण मैंने जो प्रतिनिधि श्री रंजीश महोदय का है, स्कूल के उन्नति के लिए सभी समय हमारे साथ रखने वाले हैं वे, हमको जाए उपदेश को निर्देशों को बताकर उनको आगे बढ़ाने में परिश्रम करने वाले हैं वे। श्री रंजीश महोदय को आशंसा भाषण के लिए इन्हीं के साथ आमंत्रित करता हूँ। എല്ലാവർക്കും എൻ്റെ നമസ്കാരം. പ്രശസ്ത ഹിന്ദി എഴുത്തുകാരനായ മുൻഷി പ്രേംചന്ദിൻ്റെ ജന്മദിനമായ ഇന്ന് നമ്മൾ പ്രേംചന്ദ് ദിനാചരണം നമ്മുടെ സ്കൂളിൽ നടത്തുകയാണ്. കൂടാതെ ഹിന്ദി ക്ലബിൻ്റെ ഉദ്ഘാടനവുമുണ്ട്. ഈ അവസരത്തിൽ ഈ പരിപാടിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന മറ്റു പ്രോഗ്രാമുകളെല്ലാം തന്നെ വളരെയധികം വിജയകരമായി നടത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ പരിപാടികളെല്ലാം തന്നെ കുട്ടികൾ വളരെ സജീവമായി പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത SN കോളേജ് ഹിന്ദി വിഭാഗം മേധാവി ശ്രീമതി സുമാ TK അവർക്ക് ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. അതേപോലെ ഈ പ്രോഗ്രാമിന് ആശംസകൾ അറിയിക്കാൻ വന്ന മനക്കൽ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർക്കും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. കൂടാതെ ഈ പരിപാടി വളരെയധികം ഭംഗിയായി നടത്താൻ ശ്രമിച്ച എല്ലാ അധ്യാപകർക്കും എൻ്റെ ആശംസകൾ. അതിന് നേതൃത്വം കൊടുത്ത HM അനിൽകുമാർ മാഷിന് എൻ്റെ ആശംസകൾ. सबको मेरी शुभकामनाएं. थैंक यू. आज के इस समारोह में भाग लेने वाले सब महान व्यक्तियों को मेरा सादर प्रणाम. साथ ही साथ मेरे सम्मुख बैठने वाले और देखने वाले सब छात्रों को मेरा नमस्कार. എല്ലാ പ്രിയപ്പെട്ട എൻ്റെ കുട്ടികൾക്കും KK സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും എൻ്റെ നമസ്കാരം. तुम जानते हो आज हिंदी क्लब का आयोजन हो गया है, उद्घाटन हो गया है. നിങ്ങൾക്കറിയാലോ, നിങ്ങളുടെ സ്കൂളിലെ ഹിന്ദി ക്ലബിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടു കഴിഞ്ഞു. ഈ ക്ലബ് किसके लिए है? എന്തിനാണിത്? ഈ ഹിന്ദി क्लब हिंदी हमारी राष्ट्रभाषा है और राज्यभाषा है, इसके लिए उसकी जानकारी ज़रूर होनी चाहिए. आने वाले ज़माने में इसकी आवश्यकता बढ़ती जा रही है. കാലഘട്ടത്തിൽ തീർച്ചയായും ഹിന്ദിയുടെ ആവശ്യം നിങ്ങൾക്ക് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഹിന്ദി പഠിക്കണം, ഹിന്ദിയിൽ നല്ല ശേഷി സമ്പാദിക്കേണ്ടതുണ്ട്. इसलिए इस हिंदी क्लब में तुम ज़रूर भाग ले और अपनी शक्ति बढ़ाने की, हिंदी में अपनी शक्ति बढ़ाने के लिए कोशिश हमेशा करें. എപ്പോഴും ഹിന്ദി ക്ലബ്ബുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഹിന്ദിയിലുള്ള കഴിവ് വർദ്ധിപ്പിക്കാൻ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കണം. ഹിന്ദിമേൽ पढ़ना चाहिए और कहानी छोटी छोटी कहानियाँ लिखने की कोशिश करनी चाहिए और भाषण देने के लिए का प्रयत्न करना चाहिए. साथ साथ हिंदी हमारी ज़िंदगी में एक भाग होने का अवसर इससे मिल जाता है. ये ജീവിതത്തിൽ ഒരു അംഗമായിട്ട്
സന്ദർഭമായിട്ട് മാറാനുള്ള സൗകര്യം ഈ ക്ലബ്ബ് നിങ്ങൾക്ക് തരും. साथ साथ एक विशेषता है आज प्रेमचंद दिन का है. तुम जानते हो कौन है प्रेमचंद? ആരാണ് പ്രേംചന്ദ്? കേട്ടിട്ടുണ്ടോ? ചിലരൊക്കെ കേട്ടിട്ടുണ്ടാവും, ലേക്കിൻ ചെറിയ കുട്ടികളൊക്കെ അവർ കേട്ടിട്ടുണ്ടാവില്ല. हिंदी के महान साहित्यकार, उर्दू के महान साहित्यकार और भारत के महान साहित्यकार, एक विश्व के एक महान साहित्यकार थे प्रेमचंद. ये प्रधान उन्नत के गोदान साधारण जनता के लिए, आम जनता के लिए, पीड़ित व्यक्तियों के लिए, आम सुख बताने वाले लोगों के लिए उन्होंने आम सुख आए. उन्होंने कहानियाँ लिखी जो आज हमारी ज़िंदगी में उनका बड़ा स्थान हो रहा है. इसलिए उनका दिवस हम मनाते हैं. इसलिए इस अवसर पर मैं सबको मेरी अपनी आशंसा प्रकट करता हूँ. नमस्कार. हमारा स्कूल के 11 बड़े सीनियर अध्यापक शिक्षक मास्टर को इस समारोह में आशंसा भाषण करने के लिए विनय के साथ आमंत्रित करता हूँ. അദ്ദേഹം ഉറുദുവിൽ നവാബ് റായ് എന്ന തൂലികാനാമത്തിലാണ് രചനകൾ നടത്തിയിരുന്നത്. അദ്ദേഹം തികഞ്ഞ ഒരു ദേശീയവാദിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൃതികളൊക്കെ തന്നെ ദേശീയ പ്രസ്ഥാനത്തിലെ ആ കാലഘട്ടത്തിൽ നമുക്കറിയാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചുവയിലായിരുന്നു നമ്മുടെ രാജ്യം. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായിട്ട് പടയാളികൾക്ക് അദ്ദേഹത്തിൻ്റെ കൃതികൾ വളരെയധികം പ്രചോദനം. 1910 പ്രസിദ്ധീകരിച്ച ഒരു കഥാസമാഹാരമായിരുന്നു സോസ് എ കഥാസമാഹാരം രാജ്യദ്രോഹവും അതേപോലെ തന്നെ വിപ്ലവത്തിൻ്റെയും വളർത്തുമെന്ന് പറഞ്ഞ്
यहाँ के हिंदी के नमूने अध्यापक थे। वह प्रतीक्षा करता है निकट भविष्य में उनकी सारी क्षमताएं हमको मिले। इस आदर्श अध्यापक को आशंसा भाषण के लिए आदर के साथ आमंत्रित करता है। प्यारे दोस्तों, आज के इस कार्यक्रम का उद्घाटक डॉक्टर सुमा जी, हमारा स्कूल के मैनेजर श्री रंजीश जी, KKR स्कूल के पूर्व अध्यापक श्री उन्नीकृष्णन जी और मेरे प्यारे बच्चों, हर साल 21 जुलाई को हम हिंदी और उर्दू साहित्यकार स्वर्गीय प्रेमचंद जी का जन्मदिन मनाते हैं। मुंशी प्रेमचंद हिंदी साहित्यिक आकाश पर चमकती नक्षत्र है। वो हिंदी साहित्य को एक नया आयाम दिया। वो उपन्यासकार, नाटककार, पटकथाकार और विचारक थे। उसके प्रमुख रचनाएं गोदान, गबन आदि हैं। इस अवसर पर हमारे हिंदी क्लब को मैं बधाई देता हूँ और प्रेमचंद जी की इस जन्मदिन की हार्दिक बधाइयाँ भी मैं देता हूँ। धन्यवाद। अगले इस समारोह के लिए धन्यवाद भाषण है इस स्कूल के हिंदी अध्यापक श्री शिजू महोदया को धन्यवाद भाषण के लिए विनय के साथ यहाँ आमंत्रित करते हैं। എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ദിനത്തിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാവുന്നതാണ്. आज हमारी राष्ट्रभाषा हिंदी के प्रमुख साहित्यकार, साहित्य सम्राट मुंशी प्रेमचंद जी का जयंती है। उसके साथ साथ हमारे स्कूल की हिंदी क्लब का उद्घाटन भी है। मुंशी प्रेमचंद जी के बारे में कहते समय हमारे साहित्य युग को बहुत अधिक देन देने वाले व्यक्ति हैं। नाटक, उपन्यास, कहानियाँ, निबंध आदि सभी विधाओं में उन्होंने सैकड़ों रचनाएं दिया है हमारे हिंदी साहित्य को। हिंदी के अलावा वे उर्दू में भी साहित्य लिखे हैं। इस दिन में हमारे स्कूल में भी बच्चों के लिए कई प्रतियोगिताएं चल रहे हैं। बच्चे उसमें भाग लिया है। बच्चों के अंतर्लीन कई साहित्य अभिरुचियों को बाहर पहुंचाने का एक अच्छा साधन है ये। इसलिए सभी बच्चे उसमें भाग लेना है। अपने साहित्य को, साहित्य वातावरण को खोलने के लिए ये सहायक बनेगा। അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം. ഹിന്ദി ക്ലബിൻ്റെ ഉദ്ഘാടനവും അതുപോലെ പ്രേംചന്ദ് ജയന്തി മത്സര ഇനങ്ങളുടെ उद्घाटनവുമാണ്. ये दोनों करने के लिए हमको मिले हैं। हमारे निगड़ के SN कॉलेज, चैलनूर SN कॉलेज के हिंदी विभाग मेधावी असिस्टेंट प्रोफेसर डॉक्टर सुमा मैडम, उनको मिले हैं हमको, इसलिए हम बहुत खुशी है। निमंत्रण देते ही उन्होंने ये कार्य स्वीकार कर लिया। बहुत खुशी उसको मैं अपनी स्थापना की ओर से और मेरी ओर से धन्यवाद देता हूँ। और बाद में നമ്മുടെ അനിൽ സർ, പ്രധാനാധ്യാപകൻ, ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ, അദ്ദേഹത്തിനും ഈ ചടങ്ങിൻ്റെ പേരിൽ നന്ദി അർപ്പിക്കുകയാണ്.
നമ്മുടെ ആശംസ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചത് മാനേജർ പ്രതിനിധി ശ്രീ രഞ്ജിഷ് അവർകൾ സർ. നമ്മുടെ ഏത് പ്രവർത്തനത്തിലും ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നുകൊണ്ട് നമ്മുടെ സ്ഥാപനത്തെ ഉന്നതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി എല്ലാ പരിശ്രമവും ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ മാനേജർ പ്രതിനിധി ശ്രീ രഞ്ജിഷ് അവർകൾ, അദ്ദേഹത്തിനും ഈ ചടങ്ങിൽ ആശംസ അർപ്പിച്ചതിന് പ്രത്യേകം ഈ സ്ഥാപനത്തിൻ്റെ പേരിലും എൻ്റെ പേരിലും നന്ദി അർപ്പിക്കുന്നു. हमारे पूर्व हिंदी अध्यापक बहुत बड़े साहित्यकार लेखक थे. वे डिक्शनरी बनाते थे, मेरे गुरु भी है. उनको भी इसमें आशंसा भाषण करने को बहुत धन्यवाद हो. इसलिए इस स्थापना की ओर से और मेरी ओर से खुशी के साथ धन्यवाद देता हूँ. हमारे शशि सार, നമ്മുടെ ശശി സാർ സ്നേഹസമ്പന്നനായ സീനിയർ അധ്യാപകൻ, ഈ ചടങ്ങിൽ ആശംസ അർപ്പിച്ച് സംസാരിച്ച അദ്ദേഹത്തിനും ഈ യോഗത്തിൻ്റെ പേരിൽ, ഈ ചടങ്ങിൻ്റെ പേരിൽ, ഈ സ്ഥാപനത്തിൻ്റെ പേരിലും സ്വന്തം പേരിലും നന്ദി അർപ്പിക്കുകയാണ്. हमारे हिंदी अध्यापक थे प्रदीप कुमार सर. निकट भविष्य में हमारे स्कूल में उनकी क्षमताओं दिखाने के लिए अवसर मिलेगा, साथ साथ काम करने का अवसर मिलेगा निकट भविष्य में ही. അദ്ദേഹത്തിനും उनको भी मैं इस अवसर पर आशंसा भाषण के लिए धन्यवाद देता हूँ. और हमारे राजन सर स्वागत भाषण करने के लिए उन्होंने भी किया था. उनको भी एक सीनियर अध्यापक है, आदर्श अध्यापक है, नमूने अध्यापक है, सीनियर अध्यापक है. उनको भी इस अवसर पर धन्यवाद देता हूँ. और भाग लिए बच्चे, ഇതിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും, भाग लिए बच्चे को और सभी बच्चों को, अभिभावकों को, എല്ലാ രക്ഷിതാക്കൾക്കും और सहकर्मियों को, सभी सहकर्मियों को, सभी को इस अवसर पर स्कूल की ओर से और मेरी ओर से धन्यवाद देता हूँ.